നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഈ പദ്ധതി വലിയ ചർച്ചയായത്? ഇപ്പോൾ ഈ പദ്ധതിയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഈ വീഡിയോയിൽ അതെല്ലാം വിശദമായി നോക്കാം. കേരളത്തിലെ ഗതാഗത വികസന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതി. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ പുതിയ അതിവേഗ ദേശീയപാത നിർമ്മിക്കാനായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള എംസി റോഡിലെ തിരക്ക് കുറയ്ക്കുക, യാത്രാസമയം കുറയ്ക്കുക. വിഴിഞ്ഞം തുറമുഖവുമായി സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തെയും വടക്കൻ ഭാഗങ്ങളെയും വേഗത്തിൽ ബന്ധിപ്പിക്കുക. ഭാവിയിലെ വ്യവസായ വികസനത്തിന് പുതിയ ഗതാഗത ഇടനാഴി സൃഷ്ടിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ആകെ നീളം ഏകദേശം 257 കിലോമീറ്റർ ആയിരുന്നു. 4 വരി അതിവേഗ പാതയായാണ് ഇത് രൂപകൽപ്പന. പല ഭാഗങ്ങളിലും നിയന്ത്രിത പ്രവേശന സംവിധാനവും സർവീസ് റോഡുകളും ഉൾപ്പെടുത്താനായിരുന്നു ആലോചന. ദേശീയപാത നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഈ ഹൈവേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ അങ്കമാലിയിലെത്തുന്ന രീതിയിലായിരുന്നു നിർദ്ദേശം. പുളിമാത്ത്, കല്ലറ, കടയ്ക്കൽ, അഞ്ചൽ, പത്തനാപുരം, കോന്നി, കുമ്പളാമ്പുയ, കാഞ്ഞിരപ്പള്ളി, തിടനാട്, പ്രവിത്താനം, തൊടുപുഴ, കോതമംഗലം, മലയാറ്റൂർ വഴി അങ്കമാലിയിലെത്തുന്ന അലൈൻമെന്റാണ് അന്ന് പുറത്തുവന്നിരുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ യാത്രാസമയം ഗണ്യമായി കുറയുമെന്നായിരുന്നു വിലയിരുത്തൽ. വലിയ ചരക്ക് വാഹനങ്ങൾക്കും വ്യവസായ ഗതാഗതത്തിനും ഇത് വലിയ സഹായമാകുമെന്നും കരുതപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല പ്രദേശങ്ങളിലും ശക്തമായ എതിർപ്പുകൾ ഉയർന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു. കൃഷിഭൂമികളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെടുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആശങ്ക. പല ജനകീയ സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നു. അലൈൻമെന്റിൽ മാറ്റം വേണമെന്ന് നിരവധി സംഘടനകൾ ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സാമ്പത്തിക ചെലവും വളരെ വലുതായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ് മാത്രം വളരെ ഉയരുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതോടെ പദ്ധതി പല ഘട്ടങ്ങളിലും മന്ദഗതിയിലായി. പിന്നീട് വിശദമായ പുരോഗതി ഉണ്ടായില്ല. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നടപടികൾ നിലച്ചു. അതിനാൽ ഇപ്പോൾ തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന പദ്ധതിയല്ല. ഇത് നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഹൈവേയുടെ പേരിൽ ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ നടക്കുന്നില്ല. പഴയ അലൈൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമില്ല. ഇനി പുതിയ അറിയിപ്പുകൾ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകൂ. അതേസമയം സംസ്ഥാന സർക്കാർ മറ്റൊരു പ്രധാന പദ്ധതിയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള എംസി റോഡ് കൂടുതൽ വീതി കൂട്ടി 4 വരിയാക്കുന്ന വികസനമാണ് ഇപ്പോൾ പ്രധാന പരിഗണന. ഘട്ടം ഘട്ടമായി ഈ വികസനം നടപ്പാക്കാനാണ് ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള റോഡ് ഉപയോഗിച്ച് തന്നെ യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുമാക്കാൻ കഴിയും. ഇതിനൊപ്പം കേരളത്തിൽ ഇപ്പോൾ വേഗത്തിൽ പുരോഗമിക്കുന്ന മറ്റ് പ്രധാന റോഡ് പദ്ധതികളുമുണ്ട്. NH-66 ആറുവരിപ്പാത വികസനം, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം തുറമുഖ റോഡ്, റെയിൽ കണക്ടിവിറ്റി, തീരദേശ ഹൈവേ, മലയോര ഹൈവേ ഇവയാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്ന പ്രധാന പദ്ധതികൾ. അതിനാൽ തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ വീണ്ടും വരുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഔദ്യോഗിക മറുപടിയില്ല. ഇതു സംബന്ധിച്ച് പുതിയ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നാൽ മാത്രമേ പദ്ധതി വീണ്ടും സജീവമാകാൻ സാധ്യതയുള്ളൂ. ഈ വിഷയത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. പക്ഷേ ഔദ്യോഗിക സർക്കാർ ഉത്തരവോ ദേശീയപാത അതോറിറ്റിയുടെ പുതിയ പ്രഖ്യാപനമോ ഇല്ലാതെ ഏതെങ്കിലും വാർത്ത വിശ്വസിക്കരുത്. വിശ്വസനീയമായ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പരിശോധിക്കുക. ഇനിയും ഈ പദ്ധതിയെക്കുറിച്ചോ എംസി റോഡ് വികസനത്തെക്കുറിച്ചോ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനെക്കുറിച്ചോ പുതിയ ഔദ്യോഗിക വിവരങ്ങൾ വന്നാൽ അതിന്റെ വിശദമായ അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള ഇത്തരത്തിലുള്ള കൃത്യമായ സർക്കാർ പദ്ധതികളുടെയും റോഡ് വികസനങ്ങളുടെയും വിവരങ്ങൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.
ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള ഇത്തരത്തിലുള്ള കൃത്യമായ സർക്കാർ പദ്ധതികളുടെയും റോഡ് വികസനങ്ങളുടെയും വിവരങ്ങൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.